ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ഇത്തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ തുടക്കത്തിലെ മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ പിന്നീട് അവർ ട്രാക്കിലായി എന്നുള്ളതാണ്. എന്നാൽ നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടാൻ റയലിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് മത്സരം കളിക്കേണ്ടി വന്നു. മാഞ്ചസ്റ്റർ സിറ്റിയെ അവർ പുറത്താക്കിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇരുപാദങ്ങളിലുമായി 6 ഗോളുകൾ നേടാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും റയലിനും ആരാധകർക്കും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഏതായാലും റയലിൻ്റെ അടുത്ത എതിരാളികൾ ആരൊക്കെയായിരിക്കും? അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ റയലുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പ്രീ ക്വാർട്ടറിൽ 2 എതിരാളികളെ ലഭിക്കാനാണ് സാധ്യതയുള്ളത്. ഒന്നുകിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്, അതല്ലെങ്കിൽ ബയർ ലെവർക്യൂസൻ. ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒന്നിനെയായിരിക്കും റയലിന് നേരിടേണ്ടി വരിക. ഇനി ക്വാർട്ടർ ഫൈനലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആഴ്സണൽ അവിടെയുണ്ട്, അതുപോലെ തന്നെ ഇന്റർ മിലാൻ അവിടെയുണ്ട്. അതായത് പ്രീ ക്വാർട്ടർ വിജയിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആഴ്സണൽ ആയിരിക്കും, അതല്ലെങ്കിൽ ഇന്റർ മിലാൻ ആയിരിക്കും റയലിൻ്റെ എതിരാളികൾ. ഇനി അങ്ങനെ ക്വാർട്ടർ ഫൈനൽ വിജയിച്ചു കഴിഞ്ഞാൽ സെമിയിൽ ഒന്നുകിൽ ലിവർപൂളിനെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ FC ബാഴ്സലോണ വരും, അല്ലെങ്കിൽ PSG വരും. ഇങ്ങനെയാണ് റയലിൻ്റെ സാധ്യതകൾ വരുന്നത്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ്, ലെവർക്യൂസൻ, ആഴ്സണൽ, ഇന്റർ മിലാൻ, ലിവർപൂൾ, ബാഴ്സലോണ, PSG എന്നിവരൊക്കെയാണ് റയലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരാൻ സാധ്യതയുള്ളത്. ഏതായാലും നിലവിലെ UCL ജേതാക്കൾ അത് റയൽ മാഡ്രിഡ് ആണ്. ആ ഒരു കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.